മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനിലേക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്കുമൊക്കെ ഇ ഡി വീണ്ടും തലയിടുകയാണ്. മാസപ്പടി കേസിൽ വീണ വിജയന് പിന്നാലെ ഇനി മുൻ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് ഇ ഡി കടക്കുകയാണെന്നാണ് വാർത്ത പുറത്തു വരുന്നത്. ഏതാണ്ട് 9 കോടിയോളം രൂപയുടെ വ്യാജ കരാറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതെന്നും മാത്രമല്ല, CMRL നടത്തി വന്നിട്ടുള്ള ഞെട്ടിക്കുന്ന കള്ളപ്പണ വെളുപ്പിക്കൽ, അതുപോലെ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയിലെ പൊതുപണം എങ്ങനെയാണ് അക്കൗണ്ടുകൾ വഴി വഴിതിരിച്ചു വിട്ടത്, പുതിയ കമ്പനിയുടെ നിക്ഷേപങ്ങളും, ശശിധരൻ കർത്തയുടെ വെളിപ്പെടുത്തലുകളും, പിന്നെ കേരള രാഷ്ട്രീയത്തെ വീണ്ടും പിടിച്ചു കൊടുക്കുന്ന മറ്റു ചില സംഭവങ്ങളും ഒക്കെ ഈ കേസിൽ ഇ ഡി കണ്ടെത്തിയിട്ടുള്ള ചില നിർണായക വിവരങ്ങളും. CMRL എക്സാലോജിക്ക് ഇടപാട് കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് കടക്കുകയാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CMRL ഉടമ ശശിധരൻ കർത്ത ഇ ഡിക്ക് നൽകിയിട്ടുള്ള മൊഴിയിലെ അതിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനിൽ നിന്ന് ചോദ്യം ചെയ്യലിലൂടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഇ ഡി നീക്കം നടത്തുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ കേരളത്തിന് ഒരല്പം ചിന്തിക്കാനും ചിരിക്കാനുള്ള വകയുണ്ട് എന്ന് വേണം കരുതാൻ. പിണറായിയുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ മകൾ വീണയ്ക്ക് പണം നൽകിയത് എന്ന് ശശിധരൻ കർത്ത സമ്മതിച്ചായിട്ട് ഇ ഡിന്റെ രേഖകൾ പറയുന്നുണ്ട്. നിലവിൽ പിണറായി വിജയന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടിട്ട് ഇ ഡി ഉടൻ തീരുമാനമെടുക്കുമെന്നുള്ള വാർത്ത അതുകൊണ്ട് തന്നെയാണ് പുറത്തു വരുന്നത്. 2014-15 കാലഘട്ടത്തിലാണ് വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജി കമ്പനി ഉണ്ടാക്കുന്നത്. തുടർന്ന് 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. അതിന് തൊട്ടു പിന്നാലെ CMRL എക്സാലോജിക്കും വീണയും CMRL തമ്മിലൊക്കെ ഒരു കരാറുകൾ ഉണ്ടാകുന്നു. അതുപ്രകാരം 2017 മുതൽ 2020 വരെയുള്ള കാലയളവില് 2.78 കോടി രൂപ വീണയുടെ അക്കൗണ്ടിലേക്കും എക്സാലോജിയിലേക്കൊക്കെ പോകുന്നു. പ്രതിമാസം വീണയ്ക്ക് 5 ലക്ഷം രൂപയും എക്സാലോജിക്കിന് 3 ലക്ഷം രൂപയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ചോദ്യം ചെയ്യലില് എന്തൊക്കെ സേവനങ്ങളാണ് ഈ വാങ്ങിയ പണത്തിന് വേണ്ടിയിട്ട് CMRL-നായിട്ട് നൽകിയതെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനൊന്നും വീണ വിജയന് മറുപടി പറയാൻ കഴിയുന്നില്ല. ബാംഗ്ലൂരിലെ എക്സാലോജിക് ഓഫീസ് പൂട്ടിപ്പോയി എന്നും കമ്പനി ക്ലോസ് ചെയ്തെന്നും അതുകൊണ്ട് വിവരങ്ങളൊന്നും തരാൻ തൽക്കാലം ലഭ്യമല്ല എന്നുമാണ് വീണ ഇ ഡിയോട് പറയുന്നത്. യാതൊരു വിധത്തിലുള്ള സേവനം നൽകാതെയാണ് ഈ പണം, അതായത് ഒരു കോഴ പോലെ അല്ലെങ്കിൽ കൈക്കൂലി പോലെ ആണ് ഈ പണം കൈമാറിയതെന്ന് ഇ ഡി കണ്ടെത്തുകയും വീണ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അന്നത്തെ പിണറായി സർക്കാർ CMRL-ന് എന്തെങ്കിലും വഴിവിട്ട സഹായങ്ങൾ ചെയ്തു നൽകിയിട്ടുണ്ടോ, അതിന്റെ പ്രത്യുപകാരമായിട്ടാണോ ഈ പണം ഇങ്ങനെ കൊടുത്തത് എന്ന കാര്യത്തിലൊക്കെ ഇനി അന്വേഷണം വരണം. ആ അന്വേഷണമാണ് ഇനിയിപ്പോൾ നടക്കാൻ പോണത്. സ്വാഭാവികമായിട്ടും അന്നത്തെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ശ്രീ വീണ വിജയന്റെ പിതാവിനെ ഒക്കെ ചോദ്യം ചെയ്യേണ്ടി വരും. അധികാരം അദ്ദേഹത്തിനായിരുന്നല്ലോ. വീണയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് HDFC ബാങ്ക് അക്കൗണ്ടിലുള്ള പണവും അതുപോലെ എക്സാലോജിക്കിന്റെ പണവും ഒക്കെ ഇ ഡി നേരത്തെ മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ കോഴിക്കോട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നൊരു കമ്പനിയിൽ വീണയ്ക്ക് പങ്കാളിത്തമുണ്ട് എന്നൊരു പരിശോധന റിപ്പോർട്ട് വന്നതായി വാർത്ത വേറെയും വരുന്നുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന ഈ കമ്പനിയിൽ വീണയുടെ ഒരു സുഹൃത്തും പങ്കാളിയാണത്രേ. CMRL-ൽ നിന്ന് കിട്ടിയ പണം ഇവിടേക്ക് മാറ്റിയിട്ടുണ്ടോ എന്നൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ കമ്പനിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണവും ഇപ്പോ ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ്. ഇ ഡി ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ്. KSIDC അടക്കം പങ്കാളിത്തമുള്ള ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ് ഈ CMRL. അതുകൊണ്ട് തന്നെ കമ്പനിയിലെ പൊതുപണവും ഓഹരി ഉടമകളുടെ പണവും ഒരു സേവനവും നൽകാത്ത എക്സാലോജിക്കിലേക്കും വീണയുടെ അക്കൗണ്ടിലേക്ക് പോയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ഉണ്ടാവും. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ വ്യാജ കരാറുകളുടെ പേരിൽ ഒരു വിധത്തിലുള്ള ഇൻവോയ്സുകളും നൽകുക പോലും ചെയ്യാതെ 45 ലക്ഷം രൂപയാണ് വീണയ്ക്ക് കൊടുത്തത്. ഇത്തരം ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളാണ് ഇപ്പോൾ ഇ ഡി കണ്ടെത്തി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനായിട്ട് CMRL ശശിധരൻ കർത്ത വിചിത്രമായ ഒരു രീതിയാണ് പിന്തുടരുന്നതെന്നാണ് ഇ ഡി പറയുന്നത്. കാര്യം ചെടി നീക്കം ചെയ്യൽ അടക്കമുള്ള കരാർ ജോലികളുടെ പേരിൽ CMRL കമ്പനി അക്കൗണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ബാങ്ക് വഴി കരാറുകൾക്ക് അയച്ചു കൊടുക്കുക. ഒരു ചെടിയൊക്കെ നീക്കം ചെയ്യുന്നതിനൊക്കെ അത്രത്തോളം പണമാണ്. ഉദാഹരണത്തിന് 14.5 കോടി രൂപ ബില്ലുകളായി അക്കൗണ്ട് വഴി നൽകിയ ശേഷം ആ തുകയുടെ ഭൂരിഭാഗവും തിരികെ പണമായി വാങ്ങി സൂക്ഷിക്കുക എന്നുള്ള ഒരു പണം, ആ ഒരു പരിപാടി അതാണ് കർത്ത ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇത് CMRL-ലെ മറ്റു ഡയറക്ടർമാരെയും ഓഹരി ഉടമകളെയൊക്കെ വഞ്ചിക്കുന്ന ഒരു നടപടിയാണ്. ഇത്തരത്തിൽ വഴി പിരിഞ്ഞ ആ പണത്തിൽ നിന്നാണ് ഒരു തരത്തിലുള്ള സേവനവും നൽകാതെ വീണയ്ക്കും പ്രതിമാസം കൃത്യമായ തുക എത്തിച്ചു നൽകിയിരുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്ത. മധ്യപ്രദേശിലെയും അതുപോലെ മറ്റു സ്ഥലങ്ങളിലെയൊക്കെ തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ സംഭവവികാസങ്ങളും ഒക്കെ ഒരു വശത്ത് നടക്കുമ്പോഴാണ് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയിലേക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്കും നീളുന്ന സാമ്പത്തിക ക്രമക്കേടിന്റെ തെളിവുകൾ ഇ ഡി ഇപ്പൊ പുറത്തുവിടുന്നത്. CMRL പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ നടന്നത് വൻ നികുതി വെട്ടിപ്പും
അതുപോലെ പൊതുപണത്തിന്റെ ദുരുപയോഗവുമാണ് എന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഇ ഡി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും കഥ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നു. ഇവിടെ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീണാ വിജയന്റെ അകത്ത് പോകുന്നു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ സത്യത്തിൽ ഇപ്പോ അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വീണാ വിജയൻ ഒരു മാപ്പ് സാക്ഷി എന്നുള്ള ലെവലിലേക്ക് പോകുന്ന ഇപ്പൊ തോന്നുന്നത്. പകരം അതിന് യഥാർത്ഥ വില്ലനായിട്ടുള്ള പിണറായിയിലേക്ക് ഈ കഥ പോകും. അങ്ങോട്ട് പോകുമ്പോൾ ഇനിയിപ്പോ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും അകത്ത് പോകുന്നതും ഒക്കെ വീണയ്ക്ക് പകരം പിണറായി ആകും എന്നുള്ള രീതിയിലുള്ള സംസാരം കൂടി ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതിനിടയിൽ പറയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ജയിലിലായ കുറെ സാധുക്കളുണ്ട്. അവരിപ്പോഴും അവിടെ തന്നെയാണ്. Different angles. Don't forget to subscribe and support this channel.